ഹായ് ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉച്ചക്കത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടാണ് വന്നിട്ടില്ലേ. ഉച്ചക്ക് നമുക്ക് നല്ല 2-3 അടിപൊളി കറി ഉണ്ടാക്കാം അല്ല. അപ്പോൾ അമ്മ ഇല്ല, ലേഖമ്മ പണിക്ക് പോയിട്ടായില്ലേ. ഉച്ചക്ക് ചിലപ്പം ചോറ് കഴിക്കാൻ വരും. അപ്പോഴത്തേനും നമുക്കെല്ലാം വേഗം പെട്ടെന്ന് റെഡിയാക്കാം. അമ്മ വരുമ്പോഴത്തേനും അധികം ലോകവും എല്ലാവരും സ്കൂളിൽ പോയി. അമ്മയും അച്ഛനും അനിയാട്ടനും ഒരു സ്ഥലത്ത് തന്നെയാണ് പണിയെടുക്കുന്നത്. അവർ ഉച്ചക്ക് എന്തായാലും ചോറ് കഴിക്കാനുണ്ട്. അപ്പോൾ അവർ വരുമ്പോഴത്തേനും നമുക്ക് നല്ല അടിപൊളി നാടൻ കറികൾ ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ താളിൻ്റെ പോള കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ചേമ്പുന്നുണ്ട്. ഇത് വെച്ചിട്ട് നല്ലൊരു ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. വറവ് തോരനെല്ലാം പറയും, നമ്മുടെ വറവ് എന്നാണ് പറയുന്നത്. പിന്നെ നല്ല ഉണക്കച്ചെമ്മീനുണ്ട്. അത് നമുക്ക് തക്കാളിയെല്ലാം ഇട്ടിട്ട് നല്ലൊരു കറിയാക്കാം. നല്ല ടേസ്റ്റാണ് തക്കാളി ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഉപ്പിലിട്ട മാങ്ങനെ കൊണ്ടൊരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം ഉണ്ടാക്കാം. അപ്പോഴത്തേക്ക് വിജി ഞാൻ താളിൻ്റെ കുളം മുറിച്ചിട്ട് വെക്കാം. നീ അപ്പോഴത്തേക്ക് കറിയാക്കിക്കോട്ടാ. ഓക്കെ. ഉണക്കയമ്മ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടത് 3 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം പഴുത്ത തക്കാളിയാണ്. പിന്നെ ഒരു അരക്കഷ്ണം ഉള്ളി, 2 വലിയ പച്ചമുളകും എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകും മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. കറി ഇടുന്ന വേകുമ്പോഴത്തേനും നമുക്ക് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. ഒരു ചെറിയ മുറിക്ക് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ജീരകം, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, പിന്നെ ഇതാ ഈ ഒരു വലിപ്പത്തിൽ പുളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി തക്കാളി ചേർത്തിട്ടുണ്ട്, എന്നാലും കുറച്ച് പുളി ഉണ്ടായാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളെ ചെമ്മീൻ കറിയും തിളച്ച് നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇതാ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഉപ്പുണ്ടോ നോക്കാം. കുറച്ച് കുറവാണ് കേട്ടോ. കുറച്ച് ഉപ്പ് ഇനി ഇതിൽ പച്ച വെളിച്ചെണ്ണ നനച്ചാലും മതി, അല്ലെങ്കിൽ കടുവും കറിവേപ്പിലയില്ലേ അതും കൂടി വറുത്തിട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാൻ പച്ച വെളിച്ചെണ്ണ നനക്കിയെന്ന്, എനിക്ക് കൂടുതൽ ഇഷ്ടം അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ കറിയെല്ലാം തിളച്ച് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി നനച്ച് കൊടുക്കാം.
കുറച്ച് പച്ചവെളിച്ചെണ്ണ നനച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഉണക്കച്ചെമ്മീനും തക്കാളി ഇട്ട കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ താളമ്പോളെല്ലാം അമിത നന്നായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വലുപ്പത്തിൽ വേണം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് നല്ലൊരു വറവാക്കാം. ഇത് ചട്ടി ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇതാ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതാ അരക്കഷ്ണം ഉള്ളി, 2 വലിയ പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് കഴുകി വാരി വെച്ച നമ്മളെ താളമ്പോളയില്ലേ, ചേമ്പും തണ്ട്, ഇത് ചേർത്ത് കൊടുക്കാം. മൊത്തം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ, ഒന്ന് ചൂട് കയറി കഴിഞ്ഞാൽ ഈ ഒരു അളവ് കാണൂല, പെട്ടെന്ന് ഇത് കുറഞ്ഞു പോവും. അപ്പം അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് വേവാനായിട്ട് ഇത് കഴുകി വാരിയ വെള്ളം തന്നെ മതിയാവും. ഇതാ ഇപ്പം തന്നെ ഇന്ന് വെള്ളം ഇറങ്ങി തുടങ്ങി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അമ്മ കഴിഞ്ഞ ദിവസം താളിൻ്റെ ഓലനാക്കീന് അല്ലേ അമ്മ? ഇപ്പൊ വറവ് അത് ആദ്യമായിട്ട് കൂട്ടുന്നത്. അതെ, അതിന്റെ ടേസ്റ്റ് നോക്കാം. നല്ല ടേസ്റ്റാന്ന് വറുത്ത് കഴിഞ്ഞാല്. ചിലപ്പോ നമ്മ വറുക്കുമ്പോ നോക്കും ലാസ്റ്റ് ഒരു നുള്ള് കുരുമുളക് ഇങ്ങനെ സ്പ്രിങ്കിള് പോലെ വേറും. നല്ല ടേസ്റ്റാണ് അതിന്റെ ടേസ്റ്റ്. ഇതിന് താളുമ്പോളൊക്കെ ഒരു ടേസ്റ്റ് നല്ല രസമാണ്. പിന്നെ തേങ്ങയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി തീർന്നു. സിമ്പിളാണ്, വേഗം എന്ത് കിട്ടും ചെയ്യും, പെട്ടെന്നാവും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടേ താള് ഇങ്ങനെ താണു പോകുന്നു. അപ്പൊ നേരത്തെ നോക്കുമ്പോ ഫുള്ള് ചീനച്ചട്ടി നിറച്ചോണ്ടായിന്. ഇപ്പൊ നോക്കിയേ കുറഞ്ഞു പോയി. അപ്പൊ ഇതാ വെള്ളമൊന്നും വെച്ചിട്ട് ആ കഴുകി വാരിയ വെള്ളം ഉണ്ടായിട്ട് അതിന് നന്നായിട്ട് വെള്ളം വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് വെള്ളം വെക്കണ്ട. അപ്പൊ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതാ തേങ്ങയും വെളുത്തുള്ളി ചതച്ചതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കേ. എല്ലാവരും മണലമാ. അപ്പോൾ ഇതാ വെള്ളമെല്ലാം അപ്പത്തേനും വറ്റി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ താളമ്പുളെല്ലാം വെന്തിതാ വെള്ളം വറ്റി സെറ്റായിട്ടുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ നമുക്കിതാ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി അതെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാം. ഇത്ര മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളെ വറവ് കൂടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ലാസ്റ്റ് ഉപ്പിലിട്ട മാങ്ങേനെ കൊണ്ടുള്ള ചമ്മന്തിയും കൂടി ആക്കാൻ ബാക്കിയില്ല കേട്ടോ. ബാക്കി 2 റെഡി ആയിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ഒരു ഷോർട്ട് വീഡിയോയില് നമുക്ക് കാണിച്ചിട്ടുണ്ടായിന് ഞാനും വസന്തമ്മയും മാങ്ങ ഉപ്പിലിടുന്നതാ. ഇതിന് നിറച്ചുണ്ടായിന് കേട്ടാ. അധികം ലോകനും ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞേ. അവരെന്നെ ഇതെല്ലാം കൂട്ടി തീർക്കും. ചോറിൻ്റെ അപ്പം എടുക്കലുണ്ട്. നമ്മയും കറിയൊന്നും ഇല്ലാത്തൊരു അധികം എടുക്കും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് കുറച്ച് മാങ്ങ നമുക്ക് കോരി എടുക്കാം. ഇതിൽ ഏകദേശം കുറച്ച് മധുരം പറ്റിയ മാങ്ങയും കൂടി മുറിച്ചിട്ടിന് കേട്ടാ. അന്നേരം കുറച്ചൊരു മധുരം പറ്റിയതുപോലെ ആയിട്ടുണ്ടായിനി. അതൊന്നും നമ്മൾ ഒഴിവാക്കിയിട്ട് അതും കൂടി മുറിച്ചിട്ടിന്. പിന്നെ ചെറുക്കിയും പച്ചമുളകും ഉപ്പും നല്ലോണം വാരിയിട്ടിട്ട് ഉപ്പിലിട്ടതാണ്. അപ്പം ഇനി ഇതിലേക്ക് നമുക്കിതാ 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. 2 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം.
പിന്നെ നമ്മൾ കുറച്ച് തേങ്ങ അത്രയും വേണ്ടു, അതും കൂടി നോക്കിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിൻ്റെ ഉപ്പും കൂടി ചേർത്തിട്ട് അരച്ചു കൊടുക്കുക. കുറച്ച് ഉപ്പ് ഇത്ര വേണ്ട കേട്ടാ, ഉപ്പിലിട്ട വാങ്ങിയല്ല, അതുകൊണ്ട് ഒരു പൊടിക്ക് മതിയാവും. അപ്പോൾ കുറച്ച് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുകൊണ്ട് ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒറ്റ കറക്കി എടുത്തിട്ടുണ്ട്. നമ്മളെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. എന്താ നല്ല കാണുന്ന വായിൽ വെള്ളം വരുന്നത്. ഈ ഒരു ചമ്മന്തി മാത്രം മതി ചോറിക്കാൻ വേണ്ടിയിട്ട്. ഉപ്പുണ്ടാക്കട്ടെ. അയ്യോ കോരി കിട്ടുന്നില്ല. രസമുണ്ടമ്മ. ഉപ്പിലിട്ട മാങ്ങേൻ്റെ നല്ലൊരു ടേസ്റ്റ്. പുളി പിന്നെ പ്രത്യേകിച്ച് ചേർക്കാണ്ടേ അല്ല, മാങ്ങേൻ്റെ ആയതുകൊണ്ട്. അപ്പം നമുക്ക് ചോറിക്കാം. അമ്മയും പണി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്, അച്ഛനും അനിയനും എല്ലാവരും എത്തി. നമുക്ക് ചോറിക്കാം കേട്ടോ. അപ്പോൾ ലേഖമ്മ എത്തിയിട്ടുണ്ട്, നമുക്ക് ചോറിക്കാം. എത്ര സമയമായിടോ കാത്തു നിൽക്കുന്നത്. അത് നനഞ്ഞ പുണ്ടിയായിട്ടല്ലേ വന്നത്. അപ്പൊ പിന്നെ ആൽക്കി കുളിച്ചിട്ട് വരായി വെച്ചിട്ടാണ്. അതെ, വിശപ്പ് ഒരു ഭാഗത്ത്, കറീന്റെ സ്മെല്ല് ഒരു ഭാഗത്ത്. അതെ, നല്ല വിശക്കുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് ചായ കുടിച്ചിട്ട് പോയിത്രേ. അച്ഛൻ എനിക്ക് ചായ കുടിക്കുമ്പോ ഞാൻ പറഞ്ഞു എനിക്ക് ചായ വേണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനക്കും നല്ല വിശപ്പുണ്ട്. പണിച്ചേർന്ന് ചായ കുടിച്ചിട്ട് ഇല്ല. എന്നാ വേഗം കഴിച്ചോ. എന്താ നല്ല ഉണക്കച്ചെമ്മീൻ തക്കാളി ഇട്ടിട്ട് കറിയാക്കിയിട്ടുണ്ട്. നമ്മളെ ചേമ്പിൻ്റെ തണ്ട് താളമ്പോളം ഉപ്പേരിയാക്കിയിട്ടുണ്ട്. പിന്നെ എന്താ ഉപ്പിലിട്ട മാങ്ങ ചമ്മന്തി. പിന്നെ നമ്മളെ ഇന്നലത്തെ പുളിശ്ശേരി ഉണ്ട് കേട്ടോ. വെള്ളരിക്കും മുരിങ്ങാക്കോലും. അത് പിന്നെ കഴിക്കാന്നാല് കഴിക്കാം. നല്ല വിശപ്പുണ്ട്. ചോറ് കഴിച്ചിട്ട് ഉണക്കമ്മീൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് വേറെ? ഉണക്കച്ചെമ്മീൻ മാങ്ങിയിട്ട് എറിയിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഉണക്ക ചെമ്മീൻ്റെ കറി പിന്നെ ടേസ്റ്റ് ചോദിക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെ. മാങ്ങിട്ട് വെച്ചാലും തക്കാളിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ കറി. നമ്മളെ ഉപ്പേരീൻ്റെയും ചമ്മന്തിൻ്റെയും ടേസ്റ്റ് നമുക്ക് അമ്മയോട് കഴിക്കാം. അമ്മ നമ്മളെ എന്താ ഉപ്പിലിട്ട മാങ്ങ ചമ്മന്തി. ഉപ്പേരിയോ? താണ്ടോള സൂപ്പറാണ്. നല്ല രസമാണ്. നല്ല രസമുണ്ട്. താണ്ട കൂടെയാന്ന് തോന്നില്ലേ ചെയ്യേ. വേറെന്തോ നല്ല ഉപ്പേരി, മറ്റേ നരമ്പനര ഉപ്പേരി വെച്ച മതിയുണ്ട്. നല്ല വിശപ്പുണ്ട്, മഴയുമാണ്. നല്ല ചൂടുള്ള ചോറും കറിയും. ഇനി നമ്മ മാത്രമേ ചോറ് കഴിക്കാൻ ബാക്കിയുള്ളൂ. അച്ഛനും അനിയേട്ടനും അവരെല്ലാം ചോറ് കഴിച്ചു കൂട്ടാ. എനിക്ക് ഇഷ്ടമാണ് ഉണക്കച്ചെമ്മീൻ കറി. എനിക്ക് തക്കാളി ഇട്ട് വെച്ചാലാണ് കൂടുതൽ ഇഷ്ടം മാങ്ങിയിട്ട് വെക്കുന്നതിനേക്കാളും. പിന്നെ താളമ്പോളം ഉപ്പേരിയും. താളമ്പോളം ഉപ്പേരി സൂപ്പർ. അമ്മയോട് പറഞ്ഞു എനിക്കിന്ന് താളമ്പോളം ഉപ്പേരി ആക്കാൻ. അമ്മ ഇതുവരെ താളമ്പോളം ഉപ്പേരി കഴിച്ചിട്ടാന്ന് പറഞ്ഞു. ഓലം മാത്രമേ കഴിച്ചിട്ട് വരും. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് താളമ്പോളം ഉപ്പേരി ആക്കാം. പിന്നെ ഉപ്പിലിട്ട വാങ്ങിയിട്ടുണ്ടായില്ല, അതിനെ കൊണ്ടൊരു ചമ്മന്തിയും കൂടി ആക്കി. വെള്ളം കൂടി എടുത്തിട്ട് ചെയ്യും. ടേസ്റ്റ് നോക്കട്ടെ. താളമ്പോളം വേഗം വന്നിന്. ഒരു ചൂട് വരുമ്പോൾ തന്നെ വന്നിന്. ഇപ്പം മഴക്കാലത്തായതുകൊണ്ട് വേഗം തോല് വലിക്കാനും കിട്ടുന്നുണ്ട്. വേനൽക്കാലത്താണെങ്കിൽ വെള്ളം പറ്റിയിട്ട് തോല് വലിക്കാനും ബുദ്ധിമുട്ടാണ്. ചൊറിയും ചെയ്യും ചെറുങ്ങനെ. ഇപ്പം ചൊറിയൊന്നും ചെയ്യില്ല. സൂപ്പർ. ഇന്ന് എല്ലാവർക്കും എന്നാന്ന് ഉച്ചക്ക് ചോറിന് സ്പെഷ്യലി ഒന്ന് കമന്റ് ചെയ്യണേ. ഞാൻ മീനൊന്നും ആർക്കും അങ്ങനെ കിട്ടും. അതന്നെ, മീൻ കിട്ടാത്ത എത്ര ദിവസമായല്ലേ. ഞാൻ ശരിക്കും പറഞ്ഞാലേ ഒരു മീൻ പൂച്ച മീനൊന്നും ഇല്ലാതെ എനിക്ക് ചോറ് കഴിക്കാനാവില്ല. ഇപ്പൊ എങ്ങനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നടക്കാൻ അറിയില്ല. ഇന്ന് എന്നിട്ടാകുമ്പോ പിന്നെ ഉണക്കച്ചെമ്മി ആക്കി. അച്ഛനപ്പോ ഉണക്കെല്ലാം സ്റ്റോക്ക് ആക്കും. ഞാൻ ചൈന അടിച്ചു മാറ്റി കൊണ്ടെങ്കിൽ വറുത്തിട്ട് നിന്ന് ഉപ്പിക്കും രാത്രി.
ഇന്ന് ഉണക്കോണിക്കാൻ പോണെന്നുള്ള പറഞ്ഞിട്ടുണ്ട് കിടന്നിട്ട് ഉണക്കിട്ട് പറഞ്ഞിട്ട് പെരുമ്പേലുണ്ടാവും അത് നമ്മൾ പോയിട്ടേ. പക്ഷെ ഇപ്പൊ ഭയങ്കര വിലയായിരിക്കും. മീനിനും വിലയായോണ്ട് എല്ലാരും ഉണക്കുവാങ്ങ. തോണിക്കാരിലെ പോകുള്ളൂ, ഓട്ടാറ് പോകില്ല. ഇപ്പൊ ട്രോളിങ് നിരോധനം ആയതുകൊണ്ടാണ് ഇപ്പൊ മീൻ കിട്ടാനും പാട്. അതിന്റെ ഇടയ്ക്ക് കപ്പലും മറിഞ്ഞു, എല്ലാം കൂടിയാണ് മീന് ക്ഷാമായി ഇപ്പൊ. അപ്പൊ മൂന്നാളും ചോറെല്ലാം കഴിച്ചു, ഇങ്ങനെ ഇരിക്കലാന്ന്. അതിനിടക്ക് വസന്തമ്മേന്റെ ചെറിയൊരു ഉറക്കം കഴിഞ്ഞു. ഞാനും ഫോൺ നോക്കിയിട്ടാണ് ചെറുങ്ങനെ. നാളെ ഒരു ഓർഡർ ഉണ്ട് കാരപ്പത്തിന്. അപ്പൊ എനിക്ക് ചോറ് കഴിച്ചാണ്ട് പിന്നെ കണ്ണ് എന്തോ മീനേ ഇല്ല. ഇവിടെ സോഫയില് വെറുതെ ഫോൺ നോക്കിക്കൊണ്ട് കിടന്നാണ്. അവിടെ ഇങ്ങനെ ഒറ്റ ഉറക്ക് പെട്ടെന്ന് ഞെട്ടി എണീച്ചു. പിന്നെ അപ്പോൾ നമ്മളെ ഇന്നത്തെ ചെറിയൊരു ഉച്ചവിശേഷമാണ്. അമ്മ ഇന്ന് പണിക്കുപോയിനി. അമ്മ വരുമ്പത്തിന് ഞാനും എൻ്റെ വസന്തമ്മയും കൂടിയിട്ട് നല്ല അടിപൊളി കറിയെല്ലാം ഉണ്ടാക്കി. അതെ, അച്ഛൻ്റെ പേര് തന്നെയാണ് പണി, അനിയേട്ടനും അതെ. അപ്പോൾ പിന്നെ ഞാനും എൻ്റെ വസന്തമ്മയും കൂടിയിട്ട് വർക്കൗട്ടെല്ലാം തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. എനിക്ക് നല്ലൊരു വർക്കൗട്ട് പാർട്ട്ണറെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ലേഖമ്മയും കൂടി കൂടിനി. രാവിലെ നമ്മളെ അമ്മക്ക് കുറച്ച് വൈകിട്ടാണ് ഇന്ന് പണിക്ക് പോയിനി. കണ്ട വസന്തമ്മ നമ്മ സ്ലിം ആവും അല്ലേ? വിശ്വസിക്കുന്നു. സ്ലിം ആയിട്ടില്ലെങ്കിലും നമുക്ക് തടിക്ക് നല്ലൊരു ഇതുണ്ട്. എന്താ വെച്ചാൽ അപ്പൊ ചെയ്യുമ്പോ നല്ല ഒരു ഇതുണ്ട്, കൈക്കും കാക്കെല്ലാം. അല്ലെങ്കിൽ ഇടക്കിടക്ക് കൈവേദന അങ്ങനത്തെ ഉണ്ടാവില്ല. ഇപ്പൊ അതൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇല്ലൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അല്ലേ? അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ.